ഹലോ, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയാണ് എല്ലാരും വർത്താനം? എല്ലാവരും നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണല്ലേ? നമ്മളിവിടെ ഹാപ്പിയാണ്, സന്തോഷമായിട്ട് കേട്ടോ. അപ്പോ നോമ്പൊക്കെ എത്രയായി? നോമ്പൊക്കെ 5ാമത്തെ നോമ്പായി. അപ്പൊ ഇന്ന് എന്തൊക്കെയായിരുന്നു എല്ലാവർക്കും സ്പെഷ്യൽ നോമ്പ് തുറക്കാനൊക്കെ എല്ലാരും പോയാ? വിരുന്ന് പോയാ? ഉമ്മാനോടിക്കും കാര്യങ്ങളൊക്കെ പോയാ? ഞങ്ങള് വിരുന്നൊന്നും പോയിട്ടില്ല കേട്ടാ. വൈകുന്നേരം പോവും. സോറി, വൈകുന്നേരം എന്ന് പറയണം, എന്തൊക്കെയോ പറഞ്ഞു പോണ്. ഞങ്ങള് എന്താണ് നോമ്പ് ലാസ്റ്റ് ഒക്കെ ആവുമ്പോ വിരുന്നൊക്കെ പോണെന്ന് വിചാരിക്കണം. ചിലപ്പോ പെരുന്നാളൊക്കെ അറിയട്ടെ ഞങ്ങളെ പോക്കുണ്ടാവുക. പിന്നെ നമ്മളെ മക്കള് അച്ചുട്ടി ഒറ്റ നോമ്പ് നോറ്റിട്ടില്ല കേട്ടോ ഗൈസ്. അച്ചുട്ടി ഒറ്റ നോമ്പ് നോറ്റിട്ടില്ല. ഓള് ഇതാ ഇരിക്കുന്നതാ. ഇന്നലെ രാത്രി കഴിച്ചൊക്കെ അത്താഴത്തിനൊക്കെ നീച്ചിന്നിട്ടാ. പക്ഷെ ഓള് നോക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നോൽക്കണമെന്നൊക്കെ പറഞ്ഞാണ് ചായയൊക്കെ ഒന്ന് കുടിച്ച് ചോറൊക്കെ തിന്നിരുന്നു. നേരം വിട്ടോ പിന്നെ ഓള് വേഗം ചായ കുടിച്ചാണ്ട് നീച്ചിരുന്നു. ഞാൻ നോൽക്കുന്ന കുറുമ്പാടി നിൽക്കായിരുന്നു. പിന്നെ അല്ലൂട്ടന് 2-3 നോമ്പ് പറ്റി. ആദ്യമോനെ 1 ഒഴിവാക്കി, പൊന്നു 2 ഒഴിവാക്കി. അങ്ങനെ പൊന്നു 2 നോറ്റിട്ടാ. അങ്ങനെയൊക്കെയാണ്. പിന്നെ ചൂടായതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഞാൻ നോൽപ്പിച്ചലും കേട്ടോ. കാരണം കുട്ടികൾക്ക് ചൂടല്ല, ഭയങ്കര ചൂടാണല്ലോ അപ്പൊ വല്ലാതെ സ്കൂൾക്ക് ക്ഷീണൊക്കെ പാടാവും വിചാരിച്ചാണ് നോൽപ്പിക്കലും ഇല്ല. 1-2 നോൽപ്പിച്ചലുള്ളൂ കേട്ടോ. പിന്നെ ഈ നോമ്പ് പറഞ്ഞാൽ പിന്നെ നമ്മൾ എരിവും പുളികളൊക്കെ ഓരോന്ന് തിന്നാനൊക്കെ ഭയങ്കര പൂതിയാണ്. അപ്പം എന്താ പറയാ, ഉപ്പിട്ട മാങ്ങ, ഇപ്പൊ മാങ്ങ ഒന്നും ഇല്ല പെരയിലൊന്നും. ജാതിക്ക ഉണ്ടായിരുന്നു, ജാതിക്ക ഉപ്പിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് നോമ്പ് പറഞ്ഞ ശേഷം എടുത്ത് തിന്ന് കഴിഞ്ഞു. അപ്പൊ ഇന്നിപ്പോ ഒന്നുമില്ല തിന്നാൻ. ഇന്നിവിടെ ചായക്കടി എന്താന്ന് ചായക്കടി തന്നു. പൊറാട്ട ആയിരുന്നു ഗൈസ്. പൊറാട്ട ഞാൻ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. എല്ലാവർക്കും തിന്നാനുള്ള പൊറാട്ട ഉണ്ടായിരുന്നു. പൊറാട്ടയും അതുപോലെ തന്നെ ബീഫ് മുളകിട്ടത്. അടിപൊളിയാണല്ലേ പൊറാട്ടിന്റെ കൂടെ ബീഫ് മുളകിട്ടത്. അപ്പൊ അതൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാരും തിന്ന് ഒക്കെ ഇരിക്കണം. എല്ലാരും വയറും ഫുള്ളാണ്. അപ്പൊ നോമ്പ് പറഞ്ഞാ പിന്നെ എരും പുളിയും തിന്നാൻ ഭയങ്കര പൂതിയാണല്ലോ അല്ലെ. അപ്പൊ പിന്നെ എന്താ മാങ്ങ ഒന്നും ഇവിടെ ഇല്ലേനും. അപ്പൊ എന്താ തിന്നണ്ടെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ നമ്മളിതാ ഉണ്ടാക്കിയതാണ് കേട്ടോ. കക്കരിക്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ കക്കരിക്ക സുർക്കയും മുളക് പൊടിയും നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് റെഡിയാക്കിയതാണ് കേട്ടോ. മാങ്ങയൊക്കെ വേണം, അല്ലെങ്കിൽ നോമ്പൊക്കെ പറഞ്ഞാൽ തൊള്ളക്ക് ഭയങ്കര എരിവിനൊക്കെ ഭയങ്കര പൂതിയാണ് അല്ലേ. അപ്പൊ അത് റെഡിയാക്കിയത് തിന്നാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് ഇവിടെ. കളി വേണം ആണോ? ആർക്കൊക്കെ വേണം? കക്കരിക്ക രസമില്ല, പുളിയുള്ളത് വേണം. എന്തെങ്കിലും മാങ്ങയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം നോമ്പ് പറഞ്ഞാല് അല്ലേ. ഭയങ്കര എരിവുള്ള എന്തെങ്കിലും. ഇത് മൊത്തം മനുവിലെത്തി 2 പക്ഷേ ഭയങ്കര. ഞാൻ ഇവിടെ വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവിടെ മൊത്തം കാലിയാവുന്നുണ്ട്. ഇവിടെ ചലഞ്ചാണ് ഗൈസ്, പെട്ടെന്ന് കാലിയാക്കാണ്. ഞാൻ മനുവിനെ എടുത്തു. അപ്പൊ പെട്ടെന്ന് തന്നെ എവിടുക്കാ ഞാൻ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ. അപ്പൊ തന്നെ ബാക്കി മൊത്തമായിട്ട് കാലിയാക്കി. ഒന്നുകൂടെ കഷ്ണം വെട്ടി കൊണ്ടുവരാം. അപ്പൊ ഇതാ ബാക്കി ഇതുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇതാ ഗൈസ് 2 നമ്മൾ കട്ട് ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ പെട്ടെന്ന് തന്നെ കാലിയാക്കി. റെഡിയാക്കി വെച്ചതേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് തന്നെ കാലിയാക്കിയിട്ട് അപ്പൊ പിന്നെ 2 കൂടി എടുത്ത് കട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ചെറുനാരങ്ങ കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ കുറച്ച് സുർക്ക ഒഴിച്ചു. പിന്നെ മുളകും പൊടിയും കുറച്ച് അച്ചാറപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടുകാണ്ട് കുഴച്ചിക്കണം കേട്ടോ. അപ്പോൾ മാങ്ങ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. അല്ലെങ്കിൽ നോമ്പ് പറഞ്ഞാൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ ഭയങ്കര ഇതാണ്, പൂതിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ നിങ്ങളൊക്കെ ഇതുപോലെ തിന്നുന്നുണ്ടോ എന്നുള്ളത് കമന്റ് ആയിട്ട് പറയട്ടാ. പിന്നെ ഇതാ നമ്മൾ അച്ചൂട്ടി തിന്നുന്നുണ്ട്. കാരണം എരിവല്ലാണ്ട് ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ചൂട്ടി തിന്നുന്നുണ്ട്. കക്കരിക്ക ആയതുകൊണ്ട് തന്നെ വലിയ പുളിയൊന്നും അതും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓക്കും ഇഷ്ടമായിക്കണം കേട്ടോ. അങ്ങനെ ഞാനും മക്കളും ഞങ്ങളെല്ലാവരും ഉണ്ട്. 5 ആളുണ്ട് കേട്ടോ കക്കരിക്ക തിന്നാനായിട്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാലിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കട്ട് ചെയ്ത് ഏകദേശം 5 ആയി. 5 കട്ട് ചെയ്ത് തിന്നിട്ടോ എല്ലാവരും കൂടി. അപ്പോൾ ഇന്ന് നോമ്പ് പറഞ്ഞിട്ടുള്ള പടം അതൊക്കെ തന്നെ ആയിരുന്നു.
അങ്ങനെ കക്കരിക്കൊക്കെ തിന്ന് എല്ലാരും തിന്നിട്ട് രണ്ടെണ്ണം ആദ്യം മുറിച്ചിരുന്നത്, പിന്നെ തികയാതായപ്പോ പിന്നെ രണ്ടെണ്ണം കൂടി വെട്ടിട്ടാ. അങ്ങനെ 4 കക്കരിക്ക അങ്ങനെ തിന്ന് കഴിഞ്ഞ്. പക്ഷെ അത് കക്കരിക്ക ആയതുകൊണ്ട് വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. പക്ഷെ മാങ്ങയും പൈനാപ്പിളൊക്കെ ആവണം. പൈനാപ്പിൾ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ഇന്ന് ജ്യൂസ് അടിച്ചിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വരട്ടാ. ബൈ ബൈ, താങ്ക് യു.